ഒരു കടികിട പോലും നമുക്ക് ബോറടിക്കില്ല, ഒട്ടും ക്ലീശയായിട്ട് ഫീൽ ചെയ്തില്ല. ഇപ്പോഴുള്ള തലമുറ കണ്ടുപഠിക്കേണ്ട സിനിമയാണ്. ഇത്തരത്തിലുള്ള ടീവിനൊരു സിനിമ അഭിനയിച്ച് ഇതൊരു ഇതായിട്ട് തോന്നി. നടികർ തിലകം ആണിപ്പോൾ കണ്ടറിയാം, ഗംഭീര പടം. അതായത് ഈ സിനിമാ രംഗത്ത് അവരുടെ പ്രശ്നങ്ങളും എല്ലാം കൂടി ചേർത്ത് ഒരു സിനിമ ആക്ടറിൻ്റെ റിയൽ ലൈഫ് അത് നമുക്ക് ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ കാണുന്ന പ്രേക്ഷകനും ആ ലൈഫ് അനുഭവിക്കുക. വളരെ പ്രൊഫഷണലായിട്ട് ഇത് ചെയ്തിട്ടുണ്ട്. ഒരു കടികിട പോലും നമുക്ക് ബോറടിക്കില്ല, ഒട്ടും ക്ലീശയായിട്ട് ഫീൽ ചെയ്തില്ല. പിന്നെ അതിൻ്റെ ഡയറക്ടർ പുതിയ ആളാണെന്ന് തോന്നുന്നു. അദ്ദേഹം വളരെ നന്നായിട്ട് നല്ല പ്രൊഫഷണലായിട്ട് ചെയ്തിട്ടുണ്ട്. ടൊവിനോ തോമസ് വളരെ ഷാർപ്പായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഒട്ടും ബോറടിപ്പിക്കാത്ത വളരെ എൻ്റർടൈനിങ് ആയിട്ടുള്ള ഒരു പക്കാ കൊമേഴ്സ്യൽ ഫിലിം. നാടികരാണ് കണ്ടത്. എനിക്ക് അങ്ങനെ പിടിച്ചില്ല. എന്ന് പറഞ്ഞാൽ എന്തോ എൻ്റെ അവിടെ കണക്ട് ആയില്ല. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവന് കണക്ട് ചെയ്യുന്നതൊക്കെയാണ് പറയണത്. എനിക്ക് അങ്ങനെ കണക്ട് ആയില്ല. കൊള്ളത്തില്ല പടം. ഫസ്റ്റ് ഹാഫ് കുഴപ്പമില്ല, സെക്കൻഡ് ഹാഫ് വേറെ അതാണ്. എന്തുപറ്റി? സ്ക്രിപ്റ്റ് വൈസാണ്, സ്ക്രിപ്റ്റ് ഇല്ല, ഒന്നുമില്ല പടം. സെക്കൻഡ് ഹാഫ് ഒന്നുമില്ല. നല്ല ഫിലിം, കൊള്ളാം. നല്ല ഫിലിം, ടോമിനൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. നല്ല ഫിലിമാണ്, കൊള്ളാം. നന്നായിട്ട് സൗബിന് നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. നല്ല ആ സത്യം, എല്ലാം നല്ല ഫിലിമായിരുന്നു. ഒരു സിനിമയ്ക്കുള്ള സിനിമയല്ലേ പറഞ്ഞു പോകുന്നത്? അതെ 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 അതെ, അതിനകത്തുള്ളതാണ്. ഇപ്പോഴുള്ള തലമുറ കണ്ടുപഠിക്കേണ്ട സിനിമയാണ്. കൊള്ളാം, നല്ല ഫിലിം. വെറുതെ കണ്ടോണ്ടിരിക്കുക, അത്രയേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല അതിനകത്ത്. കുഴപ്പമില്ലായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. എടുത്ത് പറയാൻ എല്ലാവരും അഭിനയങ്ങളാണ്. ആ നടികർ എന്ന് പറയുമ്പോൾ അതിൻ്റെ അങ്ങനെയാണ്. ലാൽ ജൂനിയറിൻ്റെ അല്ലേ, നമ്മളെല്ലാ ലാൽ ജൂനിയറിൻ്റെ എല്ലാ സിനിമകളും കണ്ടിട്ടുണ്ട്. അപ്പോൾ അവരെല്ലാവരെയും മാക്സിമം എടുത്തിട്ടുണ്ട്. കണക്റ്റ് ആവുന്ന എന്തോ ഒരു ക്ലീശ പോലെ തോന്നി. മൊത്തത്തിലുള്ള ടീവിനൊരു സിനിമ അഭിനയിച്ച് ഇതൊരു ഇതായിട്ട് തോന്നി. ഇഷ്ടപ്പെട്ടില്ല. അഭിനയമൊക്കെ ഒരുപാട് തോന്നി. കുഴപ്പമില്ല, കുഴപ്പമില്ലതേ ഉള്ളൂ പറയാം, വേറെ പണം കൊള്ളായിരുന്നു. വളരെ ഇഷ്ടപ്പെട്ട്. എല്ലാം നല്ല കണക്ഷൻ ഉണ്ടായിരുന്നു, എല്ലാം നല്ല ബന്ധമുള്ളത്, നല്ല റിയൽ ലൈഫ് സ്റ്റോറി പോലെ ഉണ്ടായിരുന്നു. പിന്നെ സാധാ ഒരു നടൻ്റെ ഒരു ജീവിത കഥ അത്രേ ഉള്ളൂ. നല്ല സിനിമ, കൊള്ളാം. ഇല്ല, എല്ലാം കൊള്ളാം. നല്ല കാശിന് അല്ല തല്ലുമാല